അങ്ങനെ കുറച്ച് നാൾക്ക് ശേഷമാണ് നമ്മൾ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് പുതുക്കിയ ബാലൻഡിയോറാണ്. അപ്പോൾ ഇത്തവണത്തെ ബാലൻഡിയോർ ആര് നേടുന്നു? അപ്പോൾ ബാലൻഡിയോർ പവർ റാങ്കിങ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം നേടിയതാരാണ്? റോഡ്രി. അപ്പോൾ ആൾക്കെല്ലാം കിട്ടേണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര വിവാദമായ ഒരു സംഭവമായിരുന്നു. ഇപ്പോൾ അന്ന് വിനിക്കായിരുന്നു കിട്ടേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു 15 സ്ഥാനങ്ങൾ നോക്കുകയാണ് ബാലൻഡിയോർ പവർ റാങ്കിങ്. 15ാം സ്ഥാനത്ത് വിനീഷ്യസ് ജൂനിയർ. അപ്പോൾ വിനി ജൂനിയറാണ് ഈ സീസണിൽ 22 ഗോളും 16 അസിസ്റ്റൻറ്റുമായി യുഎഫ സൂപ്പർ കപ്പിൽ മുത്തമിട്ടു, ഇന്റർകോണ്ടിനൽ കപ്പിൽ മുത്തമിട്ടു. അങ്ങനെ 15 സ്ഥാനത്ത് വിനീഷ്യസ് ജൂനിയർ. 14 ജൂഡ് ബെല്ലിങ്ങാം 14 ഗോളുമായി അതുപോലെ തന്നെ 17 അസിസ്റ്റുമായി യുഎഫ സൂപ്പർ കപ്പ് മുത്തമിട്ടു, ഇന്റർകോണ്ടിനൽ കപ്പും മുത്തമിട്ടു. 13ാം സ്ഥാനത്ത് വിറ്റീനിയ, പാരീസ് സെന്റ് ജെർമന്റെ PSG വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിറ്റീനിയ 7 ഗോളും 5 അസിസ്റ്റുമായി മിന്നിക്കെത്തി. ലീഗ് 1 മുത്തമിട്ടു, ട്രോഫീസ് ടെസ്റ്റ് ചാമ്പ്യൻസിലും മുത്തമിട്ടു. 12ാം സ്ഥാനത്ത് ന്യൂനോ മെൻഡസ് ആണ്. അവരുടെ ലെഫ്റ്റ് ബാക്ക് മികച്ച പ്രകടനം തന്നെയാണ് ലെഫ്റ്റ് ബാക്കായ ന്യൂനോ മെൻഡസ് കാഴ്ചവെക്കുന്നത്. 6 ഗോളും 10 അസിസ്റ്റൻറ്റുമായി 11 ക്ലീൻ ഷീറ്റും അടിച്ചുകൊണ്ട് ലീഗ് 1 മുത്തമിട്ടു, ട്രോഫീസ് ടെസ്റ്റ് ചാമ്പ്യൻസിലും മുത്തമിട്ടു. ക്വിചക്കാരസ്കേലിയ PSG വേണ്ടി കളിച്ച താരം 11 ഗോളും 11 അസിസ്റ്റൻറ്റുമായി ലീഗ് 1 മുത്തമിട്ടു. പിന്നെ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരം തന്നെയാണ്. 10ാം സ്ഥാനത്ത് റോബർട്ട് ലെവൻഡോസ്കി 42 ഗോളും അടിച്ചു. അതുപോലെ തന്നെ 5 അസിസ്റ്റൻറ്റും കോപ്പ ഡെൽ റേ മുത്തമിട്ടു, സൂപ്പർ കോപ്പ ഡി എസ്പാനയിലും മുത്തമിട്ടു. എന്തായാലും ഒരു മികച്ച പ്രകടനം തന്നെയായിരുന്നു റോബർട്ട് ലെവൻഡോസ്കി കാഴ്ചവെച്ചത്. നമ്മൾ 10ാം സ്ഥാനത്ത് റോബർട്ട് ലെവൻഡോസ്കി. 9ാം സ്ഥാനത്ത് ലൗതാറോ മാർട്ടീനസ് ആണ്. ഈ സീസണിൽ 25 ഗോളും 8 അസിസ്റ്റൻറ്റുമായി മുത്തമിട്ടു. ഒരു കിരീടത്തിൽ പോലും ഈ സീസണിൽ മുത്തമിടാൻ സാധിച്ചില്ല എന്നാണ്. അതുപോലെ തന്നെ ഇത്തവണ കോപ്പ അമേരിക്കയിൽ മുത്തമിട്ടു എന്നുള്ളതാണ്. അതുപോലെ തന്നെ 8ാം സ്ഥാനത്ത് കിലിയൻ എംബാപ്പെ. ഈ സീസണിൽ 36 ഗോളും 5 അസിസ്റ്റൻറ്റുമായി മിന്നിക്കെത്തിയ താരമാണ്. റയൽ മാഡ്രിഡിൽ യുഎഫ സൂപ്പർ കപ്പിൽ മുത്തമിട്ടു, ഇന്റർകോണ്ടിനൽ കപ്പിൽ മുത്തമിട്ടു. അതുപോലെ തന്നെ ഹാരി കെയ്ൻ 7ാം സ്ഥാനത്ത് വരുന്നു. 41 ഗോളും 12 അസിസ്റ്റുമായി നിൽക്കുന്ന താരം തൻ്റെ ആദ്യ കിരീടം സ്വന്തമാക്കി. മുണ്ടസ് ലീഗയാണ് തൻ്റെ ആദ്യ കിരീടം. എന്തായാലും ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ഹാരി കെയ്ൻ. ബാലൻഡിയോർ പവർ റാങ്കിങ്ങിൽ 7ാം സ്ഥാനം വരുന്നു. അതുപോലെ തന്നെ 6ാം സ്ഥാനം പെഡ്രിയാണ്. ബാഴ്സലോണയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന പെഡ്രി 6 ഗോളും 8 അസിസ്റ്റൻറ്റുമായി പെഡ്രി 6ാം സ്ഥാനത്ത്. കോപ്പ ഡെൽ റേയിൽ മുത്തമിട്ടു. അതുപോലെ തന്നെ സൂപ്പർ കോപ്പ ഡി എസ്പാനയിലും മുത്തമിട്ടു. 5ാം സ്ഥാനത്ത് മോ സലാ, ലിവർപൂളിൻ്റെ സൂപ്പർ താരം, ഈജിപ്ഷ്യൻ സൂപ്പർ താരം തന്നെയാണ്. 36 ഗോളും 24 അസിസ്റ്റുമായിട്ട് പ്രീമിയർ ലീഗ് മുത്തമിട്ടു എന്നുള്ളതാണ്. മികച്ച പ്രകടനം തന്നെയാണ് ഈ സീസൺ കാഴ്ചവെച്ചത്. 4ാം സ്ഥാനത്ത് ഡോണറൂമ, പാരീസിൻ ഗോൾ കീപ്പർ, 12 ക്ലീൻ ഷീറ്റ്. ഗോൾ കീപ്പർ ആകുമ്പോൾ 12 ക്ലീൻ ഷീറ്റ് അടിച്ചുകൊണ്ട് ലീഗ് 1 മുത്തമിട്ടു, ട്രോഫി ടെസ്റ്റ് ചാമ്പ്യൻസിലും മുത്തമിട്ടു. അതുപോലെ 3ാം സ്ഥാനത്ത് FC ബാഴ്സലോണ സൂപ്പർ വിങ്ങറായ റഫീന്യ 37 ഗോളും 25 അസിസ്റ്റുമായി കോപ്പ ഡെൽ റേയിൽ മുത്തമിട്ടു, സൂപ്പർ കോപ്പ ഡി എസ്പാനയിലും മുത്തമിട്ടു. എന്തായാലും യുഎഫ ചാമ്പ്യൻസ് ലീഗ് എന്നുള്ള ആ ഒരു കടമ്പ കടക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു നിരാശ ബാഴ്സലോണയ്ക്ക്. 2ാം സ്ഥാനം ലാമിൻ യമാലാണ്. അപ്പോൾ സൂപ്പർ താരം 17 വയസ്സിൽ മിന്നി കത്തുകയാണ്. ഫുട്ബോൾ ലോകം ഇപ്പോൾ അടക്കി ഭരിക്കുന്ന ഒരു താരം തന്നെയാണ്. 16 ഗോളും 25 അസിസ്റ്റുമായി കോപ്പ ഡെൽ റേയിൽ മുത്തമിട്ടു, സൂപ്പർ കോപ്പ ഡി എസ്പാനയിലും മുത്തമിട്ടു. 1ാം സ്ഥാനം ഒസ്മാൻ ഡെംബലെ, PSG വേണ്ടി മിന്നി കത്തി കളിക്കുന്ന ഒരു താരം തന്നെയാണ്. 35 ഗോളും 12 അസിസ്റ്റുമായി ലീഗ് 1 മുത്തമിട്ടു, ട്രോഫീസ് ടെസ്റ്റ് ചാമ്പ്യൻസിൽ മുത്തമിട്ടു. നമ്മുടെ പവർ റാങ്കിങ്ങിൽ 1ാം സ്ഥാനം ഒസ്മാൻ ഡെംബലെ. അപ്പോൾ ഒന്നും കൂടി നമ്മളൊരു പവർ റാങ്കിങ് നമ്മളൊന്ന് ഓടിച്ച് പറയുകയാണ്. 15ാം സ്ഥാനത്ത് വിനീഷ്യസ് ജൂനിയർ, 14 ജൂഡ് ബെല്ലിങ്ങാം, 13 വിറ്റീനിയ, 12 ന്യൂനോ മെൻഡസ്, 11 ക്വിചക്കാരസ്കേലിയ, 10 റോബർട്ട് ലെവൻഡോസ്കി, ലൗതാറോ മാർട്ടീനസ്, 8 കിലിയൻ എംബാപ്പെ, 7 ഹാരി കെയ്ൻ, 6 പെഡ്രി, 5 മോ സലാ, 4 ഡോണറൂമ, 3 റഫീന്യ, 2 ലാമിൻ യമാൽ, 1 ഒസ്മാൻ ഡെംബലെ. അപ്പോൾ നമ്മൾ കൂടുതൽ ബാലൻഡിയോർ നേടാൻ സാധ്യതയുള്ളത് 1ാം സ്ഥാനം ഒസ്മാൻ ഡെംബലെയാണ്.